ബംഗളൂരുവിൽ നിന്നും വൻതോതിൽ ലഹരി മരുന്നുകൾ നാട്ടിലേക്ക് കടത്തിയ രണ്ടംഗ സംഘം മലപ്പുറം പെരിന്തൽമണ്ണയിൽ അറസ്റ്റിലായി. തിരുവങ്ങാടി കൊടിഞ്ഞി സ്വദേശികളായ ചേലപ്പോറ്റയിൽ ദാവൂദ് ഷമീൽ, കൊടിഞ്ഞിയത്ത് ഷാനിദ് എന്നിവരാണ് അറസ്റ്റിലായവർ. ഇവരിൽ നിന്നും 104 ഗ്രാം MDMA ആണ് പോലീസ് കണ്ടെടുത്തത്. അറസ്റ്റിലായ ദാവൂദ് ഷമീൽ മൊറയൂർ ALP സ്കൂളിൽ മാനേജറാണ്. ബംഗളൂരുവിൽ നിന്നും ഏജന്റുമാർ മുഖേന സിന്തറ്റിക് മയക്കുമരുന്നുകൾ വൻ ലാഭം ലക്ഷ്യം വെച്ച് നാട്ടിലേക്ക് ചെറുവാഹനങ്ങളിലും പെയ്ഡ് കരിയറുമാർ വഴിയും ജില്ലയിലേക്ക് എത്തിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പെരിന്തൽമണ്ണ സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, SI ഷിജോസി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘം രാത്രിയിൽ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം വെച്ച് വാഹനം പിടികൂടുന്നത്. 104 ഗ്രാം MDMA-യുമായി തിരുവങ്ങാടി കൊടിഞ്ഞി സ്വദേശികളായ ചേലപ്പോറ്റയിൽ ദാവൂദ് ഷമീൽ, കൊടിഞ്ഞിയത്ത് ഷാനിദ് എന്നിവരാണ് അറസ്റ്റിലായവർ. ഇവരുടെ വാഹനം മേൽപ്പാലത്തിന് സമീപം വെച്ച് പോലീസ് തടഞ്ഞെങ്കിലും നിർത്താതെ പോകുകയായിരുന്നു. തുടർന്ന് പോലീസ് വാഹനം കുറുകെയിട്ടാണ് പ്രതികളെ പിടികൂടുന്നത്. കാർ പരിശോധിച്ചതിൽ കാറിന്റെ മുൻവശം എഞ്ചിനടിയിലായി രഹസ്യ അറയിൽ ഒളിപ്പിച്ച് കടത്തിയ MDM കണ്ടെടുക്കുകയായിരുന്നു. ദേഹത്തും ബാഗുകളിലും ഒളിപ്പിച്ച് കടത്തുന്ന ഇത്തരക്കാരുടെ സ്ഥിരം രീതി പോലീസും എക്സൈസും കണ്ടുപിടിക്കാൻ തുടങ്ങിയതോടെ മറ്റു മാർഗങ്ങളാണ് കടത്തു സംഘം സ്വീകരിച്ചിരുന്നത്. മൊറയൂരിലെ LP സ്കൂളിലെ മാനേജറാണ് പിടിയിലായ ദാവൂദ് ഷമീൽ. ബംഗളൂരിലും നാട്ടിലും ഇവന്റ് മാനേജ്മെന്റും നടത്തുന്നുണ്ട്. കൂട്ടുപ്രതി ഷാനിദും ദാവൂദ് ഷമീലിന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. ബംഗളൂരുവിൽ ജോലിയുടെ ഭാഗമായി പോയി വരുന്നതിന് മറവിലാണ് പ്രതികൾ അമിത ലാഭം ലക്ഷ്യം വെച്ച് ലഹരിക്കടത്ത് നടത്തിയതെന്നും പോലീസ് അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവി S ശശിധരന്റെ നിർദ്ദേശപ്രകാരം DVSPമാരായ സാജു K എബ്രഹാം, A പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് പരിശോധന. മലബാർ ടൈംസ്, പെരിന്തൽമണ്ണ.